ഈ ദേവാലയത്തിൽ കബറടങ്ങിയിരിക്കുന്ന 4 വന്യപിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ സംയുക്തമായി നാം ഇന്ന് ആചരിക്കുകയാണ്. മറ്റ് 3 പിതാക്കന്മാരുടെ ഓർമ്മകൾ അവരുടെ കാലം ചെയ്ത ആ ദിവസം നാം ഇവിടെ ആചരിക്കുകയുണ്ടായി. ഇന്ന് പ്രത്യേകിച്ചും പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ 62ാം ഓർമ്മ പെരുന്നാൾ ആചരിക്കുകയാണ്. ഈ വന്യ കാതോലിക്കമാരുടെ എല്ലാവരുടെയും ജീവിതം മാർത്തോമൻ ശ്ലൈഹീയ പാരമ്പര്യത്തിൻ്റെ കാവൽക്കാരെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചതായിട്ടാണ് അവരുടെ ജീവിതം നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഏത് തരത്തിലാണ് ആ മാർത്തോമൻ ശ്ലൈഹീയ പാരമ്പര്യത്തിൻ്റെ കാവൽക്കാരായി തീർന്നത്? പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ ചരിത്രം വളരെ വിശദമായി നമ്മൾ ഇന്നലെ വൈകിട്ട് കേൾക്കുകയുണ്ടായി. ആ ചരിത്രത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ നിന്നും 3 പ്രധാന ചിന്തകൾ മനസ്സിലേക്ക് വരുന്നത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട്, സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും അവബോധം ഉണ്ടായിരുന്ന ഉറപ്പുള്ള പാറയായിട്ടാണ് ഈ എല്ലാ പിതാക്കന്മാരെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കുറിച്ചി ബാവായെ ഏത് സാഹചര്യമായിരുന്നാലും അദ്ദേഹം വട്ടശ്ശേരി തിരുമേനിയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയിൽ സ്വാതന്ത്ര്യമുണ്ടാവണം, സഭയ്ക്ക് സ്വതന്ത്രമായ അതിൻ്റെ തനിമ വീണ്ടെടുക്കണം. 1665 വരെയും മറ്റൊരു സഭയുടെയും കീഴിൽ പ്രവർത്തിച്ചതല്ല മലങ്കര സഭ. അതിനുശേഷവും 1809 അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭയുടെ സുറിയാനി സഭയുടെ ആരാധനാ പാരമ്പര്യം ഇവിടെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. 18 നൂറ്റാണ്ട് മാർത്തോമൻ പാരമ്പര്യത്തിൽ ഇവിടെ ജീവിച്ചവരാണ്. പേർഷ്യൻ പാരമ്പര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് 1876 പുളതിരുത്തി സുന്നഹദോസിൻ്റെ നടത്തിപ്പിന് ശേഷമാണ് മലങ്കര സഭയ്ക്ക് ആധിപത്യത്തിൻ്റെ അധീശത്വത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ വട്ടശ്ശേരി തിരുമേനിയും പിതാക്കന്മാരും ആഗ്രഹിച്ച ഒരു കാര്യം, 18 നൂറ്റാണ്ട് അല്ലെങ്കിൽ 19 നൂറ്റാണ്ട് ഇവിടെ അനുഭവിച്ചതായ ആ മാർത്തോമൻ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഇവിടെ കുറച്ചു നാളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിനെ തിരിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപിക്കുവാൻ ഇടയായി. അതിനെ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം നിന്ന് അധ്വാനിച്ചയാളാണ് പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവായും അതോടൊപ്പം ഔഗേൻ ബാവായും എന്ന് നമുക്കറിയാം. സ്വത്വബോധം ഒരിക്കലും നഷ്ടപ്പെടാതെ അതിനുവേണ്ടി പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതിനെ ഹനിക്കുന്നതായ അനേക സാഹചര്യങ്ങളുണ്ടായിട്ടും അതിലൊന്നും പതറിപ്പോകാതെ മാർത്തോമൻ ശ്ലൈഹിക പാരമ്പര്യത്തിൽ ഉറച്ചു നിന്ന് അദ്ദേഹം തൻ്റെ സഭാഭരണം നിർവഹിക്കുകയാണുണ്ടായത്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മെ മനസ്സിലാക്കുന്നത് പ്രതികൂലതകളും കഷ്ടതകളും അതിൻ്റെ ചൂളയിൽ നമ്മൾ
ആയിത്തീരുമ്പോൾ സ്വർണ്ണക്കട്ട ഇടുന്ന ചൂളയിൽ അത് പുതിയ മാറ്റുണ്ടാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകുമെന്ന് പഠിപ്പിക്കുക. ഏതെല്ലാം കഷ്ടതകളിൽ കൂടി അദ്ദേഹം കടന്നുപോയിട്ടുണ്ടെങ്കിലും, അപമാനങ്ങളിലോ അപഹാസ്യങ്ങളിലോ ഒക്കെ കടന്നുപോയിട്ടുണ്ടെങ്കിലും അതിലൊന്നും പതറിപ്പോകാതെ കൂടുതൽ കൂടുതൽ ഉജ്ജ്വലമായി വളരുകയാണുണ്ടായത്. 51 കേസിന് വിധിക്ക് ദോഷം ഉണ്ടായെങ്കിലും അതിൽ അദ്ദേഹത്തിന് ലഭിച്ചത് വലിയൊരു സ്വീകരണവും ഈ ദേവലോകം വാങ്ങിക്കാനുള്ളതായിരിക്കുന്ന സാഹചര്യവുമാണ്. അത് അദ്ദേഹം വലുതായിട്ടാണ് കണക്കാക്കുന്ന ആ പരാജയം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അനേകം സമാധാന ശ്രമങ്ങളിലൊക്കെ നടന്നുവെങ്കിലും അവിടെയൊക്കെ പരാജയങ്ങൾ സംഭവിച്ചപ്പോഴും ഒരിക്കലും അതിൽ നിരാശനാകാതെ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലതയോടും ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തോടും കൂടെ വർദ്ധിക്കുന്നതായ പ്രാർത്ഥനയിലും സഹനശക്തിയിലും വർദ്ധിക്കുന്ന ഒരു പിതാവിനെയാണ് നാം അദ്ദേഹത്തിൽ കാണുന്നത്. മൂന്നാമത്, സമാധാനത്തിന് വേണ്ടി എന്നും പ്രത്യാശയുടെ ഗോപുരമായി നിന്നയാളാണ്. മറ്റുള്ളവർക്ക് സമാധാനത്തിൻ്റെ മാർഗം ഏത് തരത്തിലും അതിനുവേണ്ടി ശ്രമിക്കണമെന്നാണ്. സ്വത്വവും തനിമയും നഷ്ടപ്പെടാതെ മലങ്കര സഭയുടെ സമാധാനം ആണ് നമ്മുടെ പ്രത്യാശയെന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞത്. അനേക ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും എല്ലാം നമ്മളത് കാണുന്നുണ്ട്. 1923 വട്ടശ്ശേരി തിരുമേനി മലങ്കര സഭയിൽ സമാധാനം ഉണ്ടാകുന്നതിന് ഏലിയാസ് തൃതീയൻ പാത്രിക്കീസിനെ സമീപിച്ചു എങ്കിലും അത് ഫലമുണ്ടായില്ല. അതുകൊണ്ട് മലങ്കര സഭ തന്നെ രണ്ടാമത്തെ കാതോലിക്കായെ വാഴിക്കേണ്ടതായിട്ട് വന്നു. ഇതുപോലെ തന്നെ വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്തെന്ന് കഴിഞ്ഞ് 1934 ജൂലൈ മാസം ഹോംസിൽ പോയി അപ്പറയും പാത്രിക്കീസിനെ കണ്ട പരിശുദ്ധ ഗീവർഗീസ് ബാവ എല്ലാ ശ്രമങ്ങളും, സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് അപ്രകാരം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അവിടെ 1934 അതിനുള്ള വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്തതിന് ശേഷം സമാധാനത്തിനുള്ളതായ ആഗ്രഹത്തിന് പോകുമ്പോൾ അപ്പറയും പാത്രികീസിൽ നിന്നും നിരാശയുണ്ടായി. മാത്രമല്ല ജീവന് തന്നെ ഭയപ്പെട്ടുണ്ടാകുന്ന അപകട ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. തിരിച്ചു വന്ന ബാവാതിരുമേനി ആ സ്വത്വബോധത്തിൻ്റെ, സ്വാതന്ത്ര്യബോധത്തിൻ്റെ അടയാളത്തിലാണ് 1934 ഡിസംബർ 26 അസോസിയേഷൻ വിളിച്ചു കൂട്ടി മലങ്കര മെത്രാപ്പോലീത്തായും കാതോലിക്കായുമായി സ്ഥാനമേറ്റു. മലങ്കര സഭയുടെ ഭരണഘടന ഉണ്ടാക്കി. പക്ഷേ അതിലൊരിക്കലും അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭയെ മറന്നില്ല അദ്ദേഹം. വളരെ സൂക്ഷ്മതയോടുകൂടെ അബ്ദുൽ മശീഹ പാത്രിയർക്കീസിൻ്റെ 1913 രണ്ടാം കൽപ്പന അനുസരിച്ച് അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ബന്ധം കളയരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ അന്ത്യോക്യ പാത്രിയർക്കീസിനും കൂടി ബഹുമാനം കൊടുക്കുന്നതായ രീതിയിൽ ഭരണഘടന രൂപപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രമിച്ചു. അവിടെയും സമാധാനമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനുശേഷവും അനേക വട്ടമേശ സമ്മേളനങ്ങളൊക്കെ നടന്നു. ആലുവ വട്ടമേശ സമ്മേളനവും
പീസ് ലീഗിൻ്റെ ചിങ്ങവനത്തെ സമ്മേളനവും ഇതൊക്കെ നടന്നു. അവിടെയെല്ലാം താൻ സ്വയം താഴുവാനായിട്ട് തയ്യാറായി സമാധാനത്തിന് വേണ്ടി. പക്ഷെ ദൈവം അതിന് അനുവദിച്ചില്ല. അതാണ് മലങ്കര സഭയുടെ ഭാഗ്യം. വീണ്ടും പട്ടവേക്കണോ അല്ലെങ്കിൽ വീണ്ടും ക്രൊയ്ത്തോദ്രൂഹോ തലയിൽ കയ്യാവസിപ്പിക്കണം എന്ന് പാത്രിക്കീസിൻ്റെ ശാഠ്യം അന്ത്യോക്യം പ്രതിയായ യൂലിയോസും അതുപോലെ തന്നെ അങ്കമാലിയുടെ അത്താനാസ്യോസും ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെയെങ്കിലും സമാധാനമുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണെന്ന് പറയുകയാണ് കാതോലിക്കായിരിക്കുന്ന അദ്ദേഹം. 1929 കാതോലിക്ക അദ്ദേഹം 1941 അതിന് തയ്യാറാകുകയാണ്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഇതിനുള്ള ധൈര്യം ഉണ്ടായില്ല. പ്രതിനിധി യൂലിയോസ് പറഞ്ഞു അത് അത്താനാസ്യോസ് ചെയ്യട്ടെ. അത്താനാസ്യോസ് പറഞ്ഞു യൂലിയോസ് തയ്യാറില്ലെങ്കിൽ ഞാനും തയ്യാറില്ല. അങ്ങനെ അതിൽ നിന്ന് ഒഴിവായി. ചിങ്ങവനം പീസ് ലീഗിൻ്റെ മീറ്റിങ്ങിൽ കാതോലിക്ക ബാബ ഉൾപ്പെടെ സർവരും ഒരുമിച്ച് ചേർന്ന് സമാധാന ഉടമ്പടി ഉണ്ടാക്കി. പക്ഷേ അലക്സ്യൂസ് മാർ ദേവോദോസൂസിൻ തിരുമേനിയുടെ കർശനമായ എതിർപ്പ് കൊണ്ട് കാതോലിക്ക പഴയ സെമിനാരി വന്നതിന് ശേഷം അത് നിരാകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല പാത്രികേസും ആ പുസ്തകം നിരാകരിച്ചു. പക്ഷേ എന്നും സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം സമാധാനത്തിന് വേണ്ടി തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. പക്ഷേ സത്യവും നീതിയും ഭരണഘടനയും കോടതി വിധികളും ഒന്നും അംഗീകരിക്കാൻ തയ്യാറില്ലാത്തൊരു സമൂഹത്തിന്, ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന് ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ട് അവർ സമാധാനത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ 58 സുപ്രീം കോടതി വിധിയുണ്ടായപ്പോൾ അദ്ദേഹം സമാധാനത്തിന് വേണ്ടി വീണ്ടും യാചിച്ചു. എല്ലാവരും ഒരുമിച്ച് ചേർത്തു. 58 പുത്തൻകാവ് അസോസിയേഷൻ കൊണ്ടുകൂടി സഭയിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ആചന്ദ്രതാരം സഭയുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞയാൾ 6 മാസം കഴിഞ്ഞപ്പോൾ മാറിപ്പോയി. അതിനുശേഷം അധികം താമസിയാതെ കാതോലിക്ക ഒപ്പും സീലും ഒന്നും വെക്കാനൊക്കെയില്ല, മാർത്തോമാശ്രീയുടെ പിൻഗാമി എന്ന് പറയാനൊക്കെയില്ല, ഭരണഘടന എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ സമാധാനത്തിന് ഒപ്പിട്ടതായ പാത്രികീസ്, യാക്കോബ് പാത്രികീസ് അതിനെതിരായി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ കൂടെ നിൽക്കാൻ കണ്ണനാടിനെ പൗലോസ് ഫിലിസ്യൂനോസ് ഉണ്ടായി. അദ്ദേഹം അന്ത്യോക്യൻ മൂവ്മെൻറ്റ് ഉണ്ടാക്കി. അതിൻ്റെ ഫലങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പക്ഷേ യൂറിയുസിദിയൻ ബാബ കാലം ചെയ്യുന്നത് വരെയും ആ 58 സമാധാനത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും വീണ്ടും തയ്യാറായ മനുഷ്യന്. പക്ഷേ അത് ശ്രമിക്കുവാൻ, അതിന് അനുകൂലമായി നിൽക്കുവാനായിട്ടൊരു വിഭാഗം അന്ന് തയ്യാറായില്ല. എന്നാൽ പിന്നീട് അനേകം പള്ളികളും വൈദികരും ഒക്കെ സഭയോട് ചേർന്നു. ഇത് തുടർന്നു കൊണ്ടുപോകുന്നതായ ഒരു ചരിത്രമാണ്. സഭയുടെ പിതാക്കന്മാരെന്നും നീതിയുടെയും സത്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന് എന്നും ആഗ്രഹിച്ചവരാണ്. ഈ പിതാക്കന്മാരെല്ലാവരും നീതിരഹിതമായിട്ടും സത്യവിരുദ്ധമായിട്ടും അതുപോലെ തന്നെ ഭരണഘടന വിരുദ്ധമായിട്ടും കോടതി വിധികൾ ലംഘിച്ചുമൊന്നും ഒരു സമാധാനം ഉണ്ടാക്കുവാൻ അവരാരും തയ്യാറായില്ല. മലങ്കര സഭ ആ പാരമ്പര്യമാണ് തുടരുന്നത്. അതിലാണ് മലങ്കര സഭയ്ക്ക് അഭിമാനമുള്ളത്.
സഭയ്ക്ക് വേണ്ടി സഭയിൽ സമാധാനമുണ്ടാകുന്നതിന് ഇന്നും നമ്മൾ തയ്യാറാണ്. എന്നാൽ മാർത്തോമൻ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ സത്യമോ AD 50 മലങ്കരയുടെ സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നിരോധനമോ ഇതൊന്നും സമ്മതിക്കുവാൻ സാധിക്കില്ല. അതുപോലെ ഭരണഘടന ഊട്ടിയുറപ്പിച്ചതായിരിക്കുന്ന സഭാഭരണ വ്യവസ്ഥിതിയിൽ നിന്നും വ്യത്യാസം വരുത്തുവാൻ മലങ്കര സഭയ്ക്ക് സാധിക്കില്ല. അതിനെ സ്വീകരിച്ച് 58 മുതൽ ഏതാണ്ട് 70 വരെ ഒരുമിച്ച് പോയ സഭയാണ്. ആ കാലഘട്ടത്തെ സ്വീകരിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ, അതിനനുസരിച്ച് ഒരുമിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്നും സഭ ഒരുമിക്കുവാൻ തയ്യാറാണ്. യാതൊരു പ്രയാസവുമില്ല. പക്ഷേ ആ അടിസ്ഥാന തത്വങ്ങൾ വിട്ടുമാറാൻ മലങ്കര മെത്രാപ്പൊലീത്തായും കാതോലിക്കായി വരുന്ന ഈ വന്യപിതാക്കന്മാർ നമ്മെ അനുവദിക്കുന്നില്ല. അവരുടെ പാരമ്പര്യം നമുക്ക് മാറ്റുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് സഭയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആ വലിയ ശ്രേഷ്ഠ ഇടയന്മാരെ പോലെ നമുക്കും സഭയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് നമുക്കറിയില്ല. ദൈവം ഇഷ്ടമാകുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സഭയിൽ സമാധാനം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയാണ് നമുക്കുള്ളത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.